ഇങ്ങനെ ഒരു ദിവസം ഹാരി കെയ്ൻ എന്നും സ്വപ്നം കണ്ടിരിക്കും. താൻ നെഞ്ചിലണിഞ്ഞ ജേഴ്സിക്ക് വേണ്ടി ഒരു കിരീടം ചൂടുകയെന്ന സ്വപ്നം. തൻ്റെ പ്രിയപ്പെട്ട ക്ലബ്ബായ ടോട്ടൻഹാമിൽ നിന്ന് വിട പറയുമ്പോൾ കപ്പുയർത്താൻ കഴിഞ്ഞില്ലെന്ന ചിന്ത അയാളെ ഉലച്ചിട്ടുണ്ടാകണം. ഇംഗ്ലണ്ടിനൊപ്പം കപ്പിനും ചുണ്ടനുമിടയിൽ നഷ്ടപ്പെട്ട കിരീടങ്ങൾ അയാളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടാവണം. ഈ ഓർമ്മകൾക്കിടയിൽ എല്ലാ കാത്തിരിപ്പുകൾക്കും ഒടുവിൽ ഫുട്ബോൾ ലോകം പ്രതീക്ഷിച്ചതുപോലെ ഹാരി കെയ്നെ തേടി ഒടുവിൽ ഒരു കിരീടമെത്തിയിരിക്കുകയാണ്. 15 വർഷം നീളുന്ന സീനിയർ ഫുട്ബോൾ കരിയറിലെ ആദ്യ കിരീടം. ഇംഗ്ലണ്ടിൻ്റെ ദേശീയ ടീമിനോടൊപ്പവും ലെസ്റ്ററിലും ടോട്ടൻഹാമിലും നേടാത്തത് അയാൾ ബയേൺ മ്യൂണിക്കിനോടൊപ്പം നേടി. സംഭവബഹുലമാണ് 31-കാരനായ ഹാരി കെയ്നിൻ്റെ കരിയർ. അരങ്ങേറിയ അന്നു മുതൽ കെയ്ൻ കളിക്കാത്ത ഫൈനലുകളില്ല, വലചലിപ്പിക്കാത്ത മത്സരങ്ങളും. ടോട്ടൻഹാം ഹോട്ട്സ്പറിന് വേണ്ടിയായിരുന്നു ദീർഘകാലം ബൂട്ട് കിട്ടിയത്. ക്ലബിനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഉൾപ്പെടെ കളിച്ചെങ്കിലും കപ്പുയർത്താൻ സാധിച്ചില്ല. പ്രീമിയർ ലീഗിൽ ഗോൾഡൻ ബൂട്ട് ഉൾപ്പെടെ നേടിയെങ്കിലും അവിടെയും ടോട്ടൻഹാമിനോടൊപ്പം റണ്ണറപ്പ് ആകാനായിരുന്നു മുന്നേറ്റക്കാരൻ്റെ വിധി. ഇംഗ്ലണ്ട് ദേശീയ ടീമിലും സമാനമായിരുന്നു സാഹചര്യങ്ങൾ. ടീം ക്യാപ്റ്റനായി ഇംഗ്ലണ്ടിനെ ലോകകപ്പിലും യൂറോ കപ്പിലും ഉൾപ്പെടെ നയിച്ചെങ്കിലും അവസാന റൗണ്ടുകളിൽ പതറുകയായിരുന്നു. 2018 ലോകകപ്പിൽ കെയ്ൻ ഗോൾഡൻ ബൂട്ട് നേടിയെങ്കിലും സെമിഫൈനൽ ക്രൊയേഷ്യയോട് പരാജയപ്പെട്ട് ഇംഗ്ലണ്ട് പുറത്തായി. കഴിഞ്ഞ 2 യൂറോ കപ്പുകളിലും ഫൈനൽ വരെ എത്തിയെങ്കിലും നിരാശരായി മടങ്ങാനായിരുന്നു കെയ്നിൻ്റെയും സംഘത്തിൻ്റെയും വിധി. ദീർഘനാളത്തെ ടോട്ടൻഹാമുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാണ് ഹാരി കെയ്ൻ കഴിഞ്ഞ സീസണിൽ ബയേണിലെത്തിയത്. എന്നാൽ നിർഭാഗ്യം ബയേണിലും അയാളെ വേട്ടയാടി. വർഷങ്ങളായി ലീഗ് കിരീടം ഉൾപ്പെടെ ജർമ്മനിയിലെ സകല കിരീടങ്ങളും വാരിക്കൂട്ടാറുള്ള ബയേൺ കഴിഞ്ഞ തവണ ട്രോഫികളൊന്നുമില്ലാതെയാണ് സീസൺ അവസാനിപ്പിച്ചത്. എന്നാൽ അധികകാലം ഫുട്ബോളിന് ഹാരി കെയ്നോട് നീതി പുലർത്താതിരിക്കാൻ കഴിയുമായിരുന്നില്ല. വിൻസെന്റ് കൊമ്പനിയുടെ കീഴിൽ ബയേൺ മ്യൂണിക് ലീഗ് കിരീടം ഉയർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കെയ്നിനേക്കാൾ ഉപരി ഫുട്ബോൾ ലോകവും അദ്ദേഹത്തിൻ്റെ ആരാധകരുമായിരിക്കും.